ഫോൺ ചെയ്യണം. ഹലോ, ഞാനാ. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ സമയം 11:30 കൃത്യം 12 മണിക്ക് ഞാനവിടെ ഉണ്ടാവും. എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതല്ല, അച്ഛൻ സംസാരിച്ച് കളയാൻ സമയമില്ല. വരികയോ വരാതിരിക്കാതെ നിന്റെ ഇഷ്ടം. ഞാൻ ഏതായാലും തീരുമാനിച്ചു കഴിഞ്ഞു. മോളെ, മോളെ ജോസ്മി, മോളെ, 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 മോളെ ജോസ്മി, മോളെ, മോളെ വാതിലും തുറക്ക്. എന്തൊരുറക്കവാ ഇത്? മോളെ, പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അറിയുന്നതിന് എന്നെ കാണാത്തതിലാരും വിഷമിക്കണ്ട. ഇനിയുള്ള കാലം ഞാൻ ശരത്തിനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. അച്ഛൻ എന്നെ തല്ലിയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. എന്നാൽ ഒന്നെനിക്കറിയാം, ഞങ്ങൾ ഒന്നാവാൻ അച്ഛൻ അനുവദിക്കില്ല. എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂടെ നിന്നിട്ടുള്ള അച്ഛൻ എന്തുകൊണ്ടാണ് ഇത് സമ്മതിക്കാത്തതെന്ന് എനിക്കറിയാം. മതത്തിൻ്റെയും സമ്പത്തിൻ്റെയൊക്കെ പേരിൽ ശരത്തിനെ വേണ്ടെന്ന് വയ്ക്കാൻ എനിക്ക് സാധിക്കില്ല. ഇത്രയും കാലം നിങ്ങളോടൊപ്പം ജീവിച്ചു. ഇനി എന്നെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കണം. തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായവും പക്വതയും എനിക്കായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തീരുമാനം നിങ്ങളെ എത്രമാത്രം വിഷമിപ്പിക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതം എൻ്റെയും സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള ലേച്ച. എന്നെ അന്വേഷിച്ചാരും വരരുത്. വന്നാൽ എന്നെ ജീവനോടെ കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങൾക്കാവില്ല. അമ്മ എന്നെ ശപിക്കരുത്. ഞങ്ങളുടെ ജീവിതത്തിലേക്കൊരു ശല്യമായിട്ട് കടന്നു വരരുതെന്ന് അച്ഛനോട് പറയണം എന്ന് ജോസ്മി.
ദുരന്തം എൻ്റെ അപ്പൻ്റെ വരവ് കൊണ്ടിട്ട് എന്തോ പന്തികേടുണ്ടല്ലോ. എന്താടാ എൻ്റെ അപ്പ, നീ നിന്ന് കഥയ്ക്കാതെ കാര്യം പറയടാ. ഓ, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടാ എൻ്റെ അപ്പ. നമ്മുടെ പുത്തൻ വീട്ടിലെ ജോർജ് ഉച്ചണില്ലേ? അയാളോ? അയാൾക്ക് എന്ത് പറ്റി? അയാളെ ഞാൻ ഇന്നലെയും കൂടെ കണ്ടതാണല്ലോ. അയ്യോ, പുള്ളിക്കല്ല പറ്റിയത്, അയാളുടെ മകളില്ലേ അവക്കാ പറ്റിയത്. ഏത്? ആ നേഴ്സിംഗിന് പഠിക്കുന്ന വെച്ചാ? ആ കൊച്ചു തന്നെ. അവളെ ഒരു വരുത്തൻ ചെക്കൻ്റെ ഒളിച്ചോടി പോയെന്ന്. നീ വെറുതെ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കരുത്. അതൊരു പാവം പിടിച്ച പെങ്കൊച്ചാ. എന്റെ പൊന്ന് ശശി അണ്ണ, ഈ ആന്റെ ഒപ്പം ദുരന്തം പറയുന്നുള്ളതാ. പക്ഷെ ഇത് സത്യമാണ്. എവിടെ? ആ ചേണ്ട, പഴക്കൊലയാണ് സത്യം. ആന്റെ ഒപ്പം പഴക്കൊലയെ പിടിച്ച് സത്യവിട്ടാ അതുള്ളതായിരിക്കും. ആ അത് മാത്രമല്ല, ആ പയ്യനത്ര വെടിപ്പൊന്നുമല്ലെന്നാ കേട്ടെ. ചേടാ, ഒരാളുടെ മുഖത്ത് പോലും നോക്കാത്ത കൊച്ചായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അങ്ങനാ, പൂച്ചയെ പോലെ ഇരിക്കും, എന്നിട്ട് എടുത്തൊരൊറ്റ ചാട്ടവാ. അങ്ങനെ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ പുതിയൊരു ദുരന്ത കഥ കൂടായി. ഇങ്ങനെ ചടഞ്ഞുകൂടിയിരുന്ന എങ്ങനാ? എഴുന്നേറ്റൊന്ന് കുളിച്ചേ. മുണ്ടക്കയത്തെ ജോസേൻ്റെ മോൻ്റെ കല്യാണം ഇന്നല്ലേ, അവിടെ വരുന്ന് പോണ്ടേ? ഞാൻ പോകുന്നില്ല, മനസ്സിന് നല്ല സുഖമില്ല. നീ അവർ പ്രത്യേകം പറഞ്ഞല്ലേ ചെല്ലണമെന്ന്. എത്ര കാലാന്ന് വെച്ചാൽ വീട്ടിനകത്ത് ഇങ്ങനെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണ്ടേ? കഴിഞ്ഞ ദിവസത്തെ ഒളിച്ചൂടില്ലേ, അവളുടെ തന്ത അതേ വരുന്നത്. കേക്കട്ടാ, എന്തൊക്കെ ബഹളായിരുന്നു. രാവിലെ സ്കൂളിൽ കൊണ്ട് വിടുന്നു, വൈകിട്ട് വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? പണ്ടാ ഞാൻ പെണ്ണിനെ ഒന്ന് കമന്റ് അടിച്ചെന്ന് പറഞ്ഞു. എന്തൊക്കെ ഏതായാലും അയാൾ അഹങ്കാരം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഹലോ, അതെ, ഞാൻ അച്ഛനോടൊന്ന് പറയട്ടെ. എന്തായാലും ഞങ്ങളങ്ങോട്ട് വരാം. ശരി മോനെ. അവനെ വിളിച്ചത് ജോസ് മോളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് പറയാനാണ് വിളിച്ചത്. ഡേറ്റ് ഇന്നല്ലേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകണ്ടേ? ഇനിയെങ്കിലും ഈ വാശിയും വൈരാഗ്യം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? അവളോടൊന്ന് ക്ഷമിച്ചുകൂടെ? ഒന്നാലോചിച്ച നമ്മളും തെറ്റുകാരല്ലേ? അതല്ല അച്ഛൻ. സംസാരിച്ച് കളയാൻ സമയമില്ല. വരികയോ വരാതിരിക്കാതെ നിന്റെ ഇഷ്ടം. ഞാൻ ഏതായാലും തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛനത് ഒരുപാട് വിഷമം. അച്ഛനോ? അച്ഛനെ കണ്ടിട്ടാണോ നമ്മൾ സ്നേഹിച്ചത്, ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്? അല്ലല്ലോ. അപ്പൊ ഇതേ ഒരു മാർഗമുള്ളൂ. ഹലോ,
അമ്മ വന്നില്ലേ? എന്തു പറ്റി? ഞാൻ വെറുതെ താനിവിടെ ഇരിക്കേ. മോൾക്ക് എന്നോട് വലിയ ദേഷ്യമായിരിക്കും അല്ലടോ? ഞാനാ തെറ്റുകാരൻ. മോളുടെ ഇഷ്ടം നോക്കാതെ ചുമ്മാ വാശിപ്പുറത്ത്. ഇത്രയും നാളും നിങ്ങളെ കാണാൻ വരാത്തതിൻ്റെ ഇഷ്ടക്കേട് തനിക്കുണ്ടാവൂല്ലടോ. ഞാൻ ഇറങ്ങട്ടെ. ആനിയോട് പറയാതാ വന്നേ. ജോസ്മീഡ് ആരെങ്കിലും ഉണ്ടോ? ഭാര്യ പ്രസവിച്ചു, പെൺകുട്ടിയാ. നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു അനി. അന്നിറങ്ങിപ്പോയ ജോർജ് കുട്ടിയെ ആനയമ്മയും ഒരിക്കലും വിചാരിച്ചു കാണില്ല ആ പഴയ വീഞ്ഞിൻ്റെ പുളി വീണ്ടും രുചിക്കേണ്ടി വരുമെന്ന്. ചില തെറ്റുകൾ എങ്ങനെയാണ്, നമ്മൾ മറന്നാലും കാലം അത് ഓർമ്മപ്പെടുത്തുക തന്നെ ചെയ്യും.